കറക്റ്റ് താജ്മഹൽ എന്ന് ഞാൻ പറയുന്നില്ല, അതായത് താജ്മഹലിൻ്റെ ഒരു കോപ്പി പോലെ. അപ്പോൾ ഇവർ ഇതിന് പറയുന്നത് തന്നെ താജ്മഹൽ ഓഫ് തായ്ലാൻഡ് എന്നാണ്. 850 കിലോമീറ്റർ ഉണ്ട് നമുക്കിന്ന്. അതായത് ഇന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 850 കിലോമീറ്റർ കവർ ചെയ്യണം പെച്ചുപരി എത്തണമെങ്കിൽ. സോ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ഹട്ടിയയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം നല്ല ലേറ്റായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നമ്മൾ ഇന്നലെ ഫുക്കറ്റിൽ നിന്ന് വിട്ടിട്ട് നേരെ എന്താ പറയുക ബോർഡറിൽ പോയി, മലേഷ്യൻ ബോർഡറിൽ പോയി. അപ്പോൾ അവിടുത്തെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വലിയ പ്രൊസീജിയറൊന്നും ഇല്ല നമുക്ക് മലേഷ്യയിലോട്ട് കിടക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3 പേരുടെ ബൈക്കും EMI ആയതുകൊണ്ട് ബാങ്കിൽ നിന്ന് NOC വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സൊക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു, നമുക്ക് കടക്കാൻ പറ്റുമായിരുന്നു. പിന്നെ കുറച്ച് ബോർഡറിൽ കുറച്ച് പേ ചെയ്യേണ്ട കാശ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. വലിയ കാശൊന്നും അവർ പറഞ്ഞില്ല, ഏകദേശം ചെറിയൊരു കാശേ പറഞ്ഞുള്ളൂ. തായ്ലാൻഡിൻ്റെ ബോർഡർ നമുക്ക് കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്ന മലേഷ്യ ബോർഡറിൽ. അപ്പോൾ അവിടെ നമ്മൾ റിങ്കറ്റാണ് അടക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ റിങ്കറ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉദ്യമം ഇന്നലെ ഉപേക്ഷിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ വന്നേക്കുന്നത് ഹട്ടിയ എന്ന് പറയുന്നൊരു ടൗൺ. അപ്പോൾ ഇതാണ് തായ്ലാൻഡിലെ സൗത്ത് സൈഡുള്ള ഏറ്റവും വലിയ ടൗൺ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ഇതിനൊരു 3-4 പ്രൊവിൻസ് ഉണ്ട്. അതൊക്കെ ഫുള്ളും ഗ്രാമപ്രദേശങ്ങളാണ്. അതായത് യല, പട്ടണ, അപ്പോൾ അതൊക്കെ ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടെ തായ്ലാൻഡിലെ താജ്മഹൽ എന്ന് പറയുന്ന സെൻട്രൽ മോസ്കിലാണ് നമ്മളിപ്പോൾ രാവിലെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊസുമോയി ആയിരുന്നു. അപ്പോൾ കൊസുമോയി നമ്മൾ ഉപേക്ഷിച്ചു, കാരണം ഇപ്പം നല്ല മഴയാണ് സൗത്ത് തായ്ലാൻഡിൽ ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പെച്ചപുരിക്ക് തന്നെ പോകും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നലെ ഈ ഒരു മുറിയിലായിരുന്നു ഇന്നലെ കിടന്നത്. ഇതൊരു ഹോസ്റ്റൽ പോലത്തെ സെറ്റപ്പാണ്. അപ്പം നമുക്ക് 3 പേർക്കും കൂടിയിട്ട് 800 ബാത്താണ് അവർ വാങ്ങിച്ചത്. നമുക്ക് ശരിക്കും 2 ബെഡുള്ളൊരു ഹോസ്റ്റൽ, അങ്ങനത്തെ ഹോസ്റ്റൽ സെറ്റപ്പായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലൊരു 2 ബെഡുണ്ട്. താഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ മുകളിലും താഴെയുള്ള ബെഡിലൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതൊരു ശരിക്കും ഹോസ്റ്റലാണ്. ഒരു ഹോട്ടൽ ഇവിടെ കുറവാണ്. അപ്പോൾ ഹോട്ടലുകൾ ഉണ്ട് ഹട്ടിയയിൽ, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ അവർ ഒരു എക്സ്ട്രാ ഒരു ബെഡ് തന്നു. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ അടുത്ത് 800 ബാത്താണ് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു, ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ അണ്ണനും രാഹുലും നേരെ താഴോട്ട് പോയി. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് എന്താ പറയുക ഒന്ന് ഒതുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ മിസ്സായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു മോസ്കിലെത്തിയിട്ടുള്ള, അപ്പോൾ ഈ ഒരു മോസ്കിൻ്റെ പേര് സെൻട്രൽ മോസ്ക് എന്നാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് സൊങ്ല എന്ന് പറയുന്ന പ്രൊവിൻസിൽ ഹട്ടിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക സെയിം ഒരു താജ്മഹലിൻ്റെ കറക്റ്റ് താജ്മഹൽ എന്ന് ഞാൻ പറയുന്നില്ല, അതായത് താജ്മഹലിൻ്റെ ഒരു കോപ്പി പോലെ. അപ്പോൾ ഇവർ ഇതിന് പറയുന്നത് തന്നെ താജ്മഹൽ ഓഫ് തായ്ലാൻഡ് എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ പറയുക നമ്മുടെ താജ്മഹലിൽ അത്ര എത്തില്ലെങ്കിലും സ്റ്റിൽ ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കാണുമ്പോൾ ചെറുതുപോലെങ്കിലും ഭയങ്കര വലുതായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. നിങ്ങൾ എന്താ രസമല്ലേ. സോ ഇവിടെ കൂടുതലും ടൂറിസ്റ്റായിട്ട് വരുന്നത് മലേഷ്യയിലുള്ള ആൾക്കാരാട്ടോ. അപ്പം ഇതൊക്കെ മലയക്കാരാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞില്ല, ഇത് ഹട്ടിയ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാൻഡിൻ്റെയും മലേഷ്യൻ്റെയും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡറാണ്. പിന്നെ പോരാഞ്ഞിട്ട് ഇതാണ് തായ്ലാൻഡിലെ സൗത്തിൽ നമുക്ക് ഇനിയുള്ള ഒരു ടൗണ്. ഈ ഒരു പ്രൊവിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എന്താ പറയുക യല, പട്ടണി, അതുപോലെ പിന്നെന്താ പറയുക പിന്നെ താഴോട്ട് വേറെ എന്തൊക്കെയോ 2-3 പ്രൊവിൻസും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ 4-5 പ്രൊവിൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക വില്ലേജാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഗ്രാമപ്രദേശം. അപ്പോൾ അവിടെ ഒന്നും സിറ്റീസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ലോക്കൽ തായ്ക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ വേറെ താഴോട്ടില്ല. പിന്നെ മലേഷ്യ കിടക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്രാബി, ഫുക്കറ്റ് അങ്ങോട്ടേക്ക് പോകണം. ഈവൻ ക്രാബി പോലും എനിക്ക് വലിയ സിറ്റി ആയിട്ട് തോന്നിയില്ല. ഒരു എന്താ പറയുക നോർമൽ ഒരു ചെറിയൊരു ആ ഒരു ഏരിയയിൽ മാത്രം, അതായത് ആ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയിൽ മാത്രം ഒരു ചെറിയൊരു സിറ്റി ആയിട്ട് ഒതുങ്ങുന്ന ഒരു സ്ഥലമാണ് ക്രാബി. അതുപോലെ തന്നെ ഫുക്കറ്റ് കുറച്ചുകൂടി ഓക്കെയാണ്, സ്റ്റിൽ ഓക്കെയാണ്. പക്ഷേ ക്രാബിൽ എനിക്ക് അങ്ങനെ വലിയ സിറ്റി ആയിട്ടും തോന്നി. കാരണം നമ്മൾ ഇന്നലെ ക്രാബി സിറ്റിയിൽ നിന്നാണ് നമ്മൾ ബൈക്കിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്രാബി സിറ്റിനേക്കാളും കുറച്ചും കൂടി വലുപ്പമായിട്ട് ഈ ഒരു ഹട്ടിയായി സിറ്റി തന്നെയാണ് കുറച്ചും കൂടി തോന്നുന്നത്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിൻ്റെ ഷോറൂമുകളുണ്ട്, അതുപോലെ എല്ലാ സെൻട്രൽ മാളുണ്ട്, എന്താ പറയുക സിറ്റി പാർക്ക് ഉണ്ട്, അതുപോലെ ഒരു 3-4-5 കുറേ വലിയ മാളുകളുണ്ട്.
ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ ഇന്നലെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഫുള്ളും വില്ലേജസിലൂടെ ഗ്രാമപ്രദേശത്തിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഹട്ടിയായി ടൗണിലേക്ക് കടന്നുമ്പോൾ ഫുള്ളും ഈ ആ ഒരു ലുക്കേ മാറി. നമ്മൾ എന്താ പറയുക, നമ്മൾ ഫുള്ളും കുഞ്ഞു കുഞ്ഞു ഊടുവഴിയിലോട്ടുള്ള വന്നപ്പോൾ പെട്ടെന്ന് ഒരു ഹൈവേയിലോട്ട് കയറി. പിന്നെ ഫുള്ള് കാണുന്നതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ 3 ബൈക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. ഇപ്പോൾ ഇവിടെ കണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? വേണ്ട, ഈ വണ്ടിയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും വരുന്ന ടൂറിസ്റ്റുകൾ മൊത്തം മലേഷ്യൻ വണ്ടികളാണ്. കണ്ടോ, ഇതൊക്കെ മലേഷ്യൻ വണ്ടികളാണ്. സോ അപ്പോൾ എങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലേഷ്യ എന്നുള്ള കുറച്ച് റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മലേഷ്യ എന്ന് ഇവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവർക്ക് എന്താ ആസിയൻ വിസ ആയതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇവർക്ക് മലേഷ്യക്കാർക്കും സിംഗപ്പൂർക്കാർക്കുള്ള തായ്ലാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊന്നും വലിയ സീനില്ല. ഇവർക്ക് എന്താ പറയുക, എന്തോ ആസിയൻ കരാറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കും കറക്റ്റ് അറിഞ്ഞോളൂ അതിനെ പറ്റിയിട്ട്. ജസ്റ്റ് ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. നമ്മളിനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊസുമായി പ്ലാൻ ചെയ്തായിരുന്നു, അത് വിട്ടു. നമ്മളിപ്പോൾ നേരെ സൗത്ത് മൊത്തം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ എന്താ പറയുക പെച്ചപുരിക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ ടാറ്റാ ബൈ ബൈ. എന്താ ലുക്കല്ല. ഇതുപോലെ ഒരുപാട് മുസ്ലിം പള്ളികൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് അവർ ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും, നമ്മളപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഗ്യാങ്ങൊക്കെ ഇവിടെ വന്നിട്ട് പോയി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പെച്ചപുരിക്കാണ് പോകുന്നത്. പെച്ചപുരി പോയിട്ട് ഇന്ന് രാഹുലിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് അയോധ്യയിലോട്ട് പോകും. അണ്ണനും ഞാനും എന്തായാലും ഇന്ന് രാഹുലിൻ്റെ അടുത്തായിരിക്കും താമസിക്കാൻ പോകുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഏർലി മോർണിംഗ് ആയിക്കൊണ്ട് വയറിൽ എന്തെടുക്കലെടുക്കുന്നത്. അവിടെ നല്ല അടിപൊളി റിസോർട്ടൊക്കെ ഉണ്ട്. എന്താ രസമായിട്ട് മഞ്ഞ് യെല്ലോ റിസോർട്ട്. നമുക്കിനി എത്ര ദൂരം ഉണ്ടെന്നറിയാം? 850 കിലോമീറ്റർ ഉണ്ട് നമുക്കിന്ന്. അതായത് ഇന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 850 കിലോമീറ്റർ കവർ ചെയ്യണം പെച്ചപുരി എത്തണമെങ്കിൽ. അപ്പം ഇനി എവിടെ താമസിക്കാൻ നമ്മൾ പ്ലാനില്ല. കാരണം കൊസുമോയ് ആയിരുന്നു നമ്മുടെ പ്ലാൻ. അതായത് സുറത്താനിൽ നിന്ന് കൊസുമോയ് കയറിയിട്ട് നമ്മുടെ കോപ്പൻഹാനിൽ പോയിട്ട് ഫുൾ മൂൺ പാർട്ടി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ മൂൺ പാർട്ടി ഇന്നലെ കഴിഞ്ഞു. ഈ മാസത്തെ ഫുൾ മൂൺ പാർട്ടി ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോരാഞ്ഞിട്ട് നമുക്ക് കൊസുമോയിൽ വരെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കോപ്പൻഹാനിലോട്ട് നമുക്ക് ബൈക്ക് അലൗഡ് അല്ല. അതായത് ഫെറിയിൽ നമ്മൾ കയറിയിട്ട് നമ്മളെന്താക്കണം, അവിടെ പോയിട്ട് അവിടെ നിന്ന് സ്കൂട്ടർ റെൻറ്റിനെടുക്കണം. സോ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. വെറുതെ പിന്നെ അവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതായത് ഫുൾ മൂൺ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ്, അതായത് ഫുൾ മൂൺ പാർട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്തായാലും ഇനി നേരെ നമ്മൾ പോകുന്നത് പെച്ചപുരിക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഇതേപോലെ റോഡ് സൈഡിൽ കാണാൻ പറ്റുന്ന നല്ല എന്തെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചവിട്ടും. സോ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് മലേഷ്യൻ റൈഡേഴ്സിനെ കണ്ട്. XADV, ഹോണ്ടയുടെ XADV 750 ആണ് രണ്ടും. നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല ഈ രണ്ടും. ഇത് XADVയും ഫ്രണ്ടിൽ എനിക്കൊന്ന് ഫോഴ്സ് ചെയ്യാൻ തോന്നുന്നു. ഫോഴ്സ 350 ആണെന്ന് തോന്നുന്നു. ഇതൊരു കപ്പിൾസാണെന്ന് തോന്നുന്നു, ഭാര്യയും ഭർത്താവെന്ന്. ഇവർ ഫുള്ള് മലേഷ്യക്കാർ ഫുള്ളും കപ്പിൾസായിട്ടാണ് റൈഡ് ചെയ്യുന്നത് എല്ലാവരും. എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഞാൻ കണ്ടതിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചിയാങ്മൈ റൈഡിന് പോയപ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ കൊല്ലം സൗത്ത് ട്രിപ്പിലും ഞാൻ കണ്ടതിലൊരു 80% റൈഡേഴ്സും മലേഷ്യയിൽ നിന്ന റൈഡേഴ്സും നല്ല പ്രായമുള്ള റൈഡേഴ്സ്. അതായത് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെയും ഞങ്ങളൊരു കപ്പിൾസിനെ കണ്ടു. അപ്പോൾ അവരും ഇതേപോലെ തന്നെ എന്താ പറയുക, രണ്ടുപേരും ജോലിയൊക്കെ വിരമിച്ചിട്ട് ഇതേപോലെ റൈഡ് പോകുമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തായ്ലൻഡ് വരാറുണ്ട്.
എന്താ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ വീട്ടിലങ്ങ് ഒതുങ്ങിക്കൂടി ജീവിക്കും ആൾക്കാർ. ഇവരൊക്കെ നോക്കിയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നത്, റൈഡൊക്കെ പോയി പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് അവരുടേതായ എൻജോയ്മെൻറ്റിൽ അവർ ജീവിക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 60 കഴിഞ്ഞ് ഒരു 50-55 കഴിഞ്ഞ ആൾക്കാർ വീട്ടിലങ്ങ് ഒതുങ്ങിക്കൂടും. ചിലപ്പോൾ ഇനിയുള്ള ചിലപ്പോഴുള്ള ആൾക്കാർ ചിലപ്പോൾ മാറുമായിരിക്കും. ഭയങ്കര പവറാട്ടോ ആ വണ്ടി. ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് എൻ്റെ ഒരു തായ് ഫ്രണ്ടിൻ്റെ വണ്ടി. ഭയങ്കര പവറാണ്, വല്ലാത്തതൊരു എന്താ പറയുക ടോർക്കും. എനിക്ക് വന്ന് സ്കൂട്ടറുകളിൽ എനിക്ക് വന്ന് ഹോണ്ടേൻ്റെ ഈ XADV 750 അതുപോലെ തന്നെ നമ്മുടെ യമഹേൻ്റെ ആണെങ്കിൽ TMAX 560 അത് രണ്ടാം തോന്നുന്നു കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഇപ്പോൾ ഇറങ്ങുന്നതിൽ സ്കൂട്ടറുകളുടെ കൂട്ടത്തിൽ പവർഫുള്ളായിട്ടുള്ള 2 വണ്ടികൾ എനിക്കൊന്ന് അത് രണ്ടാം തോന്നുന്നു. TMAX 560 യമഹ TMAX 560 അതുപോലെ തന്നെ ഈ XADV 750. XADV ഈ അടുത്താട്ടോ ലോഞ്ച് ചെയ്ത ഹോണ്ട XADV എനിക്കൊന്ന് 2021 തോന്നുന്നു ഇവർ ലോഞ്ച് ചെയ്തത്. സോ നമ്മളിപ്പം നേരെ പെച്ചപുരിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫുഡ് ഷോപ്പിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നേരെ പോവാണ് ഇവിടുന്ന്. ഹട്ടിയായി വിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ മുന്നോട്ട് വന്ന് നമ്മുടെ അയോധ്യസ് നമ്മുടെ ബാങ്കോക്ക് സൈഡോട്ട് 100 കിലോമീറ്റർ മുന്നോട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 780 കിലോമീറ്റർ റൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു വണ്ടി വന്നത്. ഇപ്പോൾ CB 1000 നമ്മളധികം റോഡിൽ കാണാത്ത ഇവിടെ റെയർ ആയിട്ടുള്ളൊരു മോഡലാണ് CB 1000. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ തായ്ലൻഡിൽ അധികം ഞാൻ റോഡിൽ കാണാത്ത ഇവിടെ ഉണ്ട്, ഈ ഒരു മോഡൽ ഉണ്ട്, പക്ഷേ വളരെ റെയറായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു മോഡലാണ് ഹോണ്ടയുടെ CB 1000. ഇപ്പോൾ വണ്ടി നോക്കിയിട്ട് എന്താ രസമല്ല, സെയിം മോഡൽ ലുക്കൊക്കെ ഏകദേശം നമ്മുടെ CB 650 അതേ ലുക്കിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ടെയിൽ സൈഡിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് വരുന്നുള്ളൂ. കണ്ടാവും, ടയർ ഹഗറിൻ്റെ മുകളിലാണ് നമുക്ക് നമ്പർ പ്ലേറ്റൊക്കെ വരുന്നത്. ഇത് സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്, ഇത് മോഡിഫൈ ചെയ്ത് വരുന്നതല്ല. സാധാരണ ഇപ്പോൾ എൻ്റെ ബൈക്കിനൊക്കെ വരുന്ന ടെയിൽ ടൈഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ 650-ഉം 1000-ഉം തമ്മിൽ. ഈ സ്റ്റോക്ക് എക്സോസ്റ്റ് വരുന്നത് ഇങ്ങനെ തന്നെയാണ്, ഒരു വലിയ എക്സോസ്റ്റാണ് വരുന്നത് കേട്ടോ. ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നേരെ നമ്മൾ ഇറങ്ങാൻ പോവാം. ഇനിയിപ്പോൾ ഏകദേശം ഒരു 720 കിലോമീറ്റർ ഉണ്ട്. നല്ല മഴക്കാറാണ്, അപ്പോൾ അതൊക്കെ വേഗം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരം രാത്രിയാകുമ്പോഴൊക്കെ നമുക്ക് പെച്ചപുരി പിടിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ മൂന്നാളിപ്പോൾ ഡയറക്റ്റ് പെച്ചപുരിയാണ് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു, രാഹുലിൻ്റെ വീട്ടിലോട്ട്. ഇനിയിപ്പോൾ നമ്മൾ എവിടെയും നിർത്തുന്നില്ല, കാരണം ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ പെച്ചപുരി എത്താൻ നമ്മൾ ഇനിയും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് പെച്ചപുരി തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസത്തെ റൈഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഏപ്രിൽ നമ്മുടെ സൊങ്ക്രാൻ ഫെസ്റ്റിവലൊക്കെ ആവണം അടുത്ത നമ്മുടെ ഇതുപോലെ ലോങ് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതുവരേക്കും നമ്മുടെ ചാനലിൽ കുഞ്ഞു വ്ളോഗൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സൗത്ത് ആലൻ ട്രിപ്പിൻ്റെ മുഴുവൻ വീഡിയോസ് ഞാൻ ഒരു പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, ബൈ.